നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ട്രംപ് വെറുതെ ഭീഷണി മുഴക്കിയതല്ല എന്ന് സാരം. ഇറാൻ്റെ വിവിധ നഗരങ്ങളിൽ വലിയ ആക്രമണം നടത്തിയിരിക്കുകയാണ് അവർ. മാത്രമല്ല, ഇപ്പോൾ ഹോർമൂസിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ചിട്ടുള്ളൊരു പുറപ്പാടാണ് അമേരിക്കയുടേത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് കടക്കില്ല. ചെറിയ ചെറിയ ഉന്തലും തള്ളലൊക്കെ ഉണ്ടാകും, ചൊറിയലും മാന്തലും ഉണ്ടാകും. അതിനിടയിൽ ഒത്തുതീർപ്പ്, അതോടുകൂടി യുദ്ധത്തിൻ്റെ ഭീതി ഒഴിഞ്ഞു പോകും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. യുദ്ധം തന്നെയാണ്, നല്ല രീതിയിലുള്ള യുദ്ധം തന്നെയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം ഇറാനിലിപ്പോൾ പുതിയ ഷെഡ്യൂൾ വ്യോമാക്രമണം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ ബന്ദർ അബ്ബാസ്, അതുപോലെ സിറിക്ക്, കൊണാരക്ക്, ചബഹാർ, അത് വലിയ തുറമുഖ നഗരമാണ്. ഇന്ത്യക്ക് അവിടെ കുറേ സാമ്പത്തിക കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്, അദാനിക്കാണെന്ന് തോന്നുന്നു. ആ മേഖലകളിൽ ഒക്കെ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ വാർത്താ ഏജൻസിയാണത് പറഞ്ഞിട്ടുള്ളത്. മെഹർ ഫാർസ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കി ഇറാനും അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അത് കപ്പൽ ഗതാഗതത്തിനും അന്താരാഷ്ട്ര സമുദ്ര സഞ്ചാരത്തിനും സ്വാതന്ത്ര്യ സാധനത്തിനും ഭീഷണിയാകുന്നു. ഇറാൻ്റെ സൈനിക ശേഷി അത് ദുർബലമാകുന്നിടത്തോളം കാലം ഇതിങ്ങനെ അന്താരാഷ്ട്ര സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഭീഷണിയുണ്ടാകും, കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയുണ്ടാകും. ആയതുകൊണ്ട് തന്നെ അവരുടെ സൈനിക ശേഷി ഇല്ലാതാക്കുക, ഇതാണിപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം. പിന്നെ റെജീം ചേഞ്ച്, അവരുടെ ഭരണ സംവിധാനത്തെ മുഴുവൻ മാറ്റുക. സമീപകാലത്ത് ചരക്ക് കപ്പലുകൾക്ക്, അതുപോലെ കപ്പൽ ജീവനക്കാർക്ക് നേരെയുണ്ടായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഇറാനാണ് ഉത്തരവാദിയെന്ന് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് സമീപം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് 20 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ മുന്നറിയിപ്പുകൾക്ക് കടുത്ത ഭാഷയിൽ ഉത്തരം നൽകിയിരിക്കുകയാണ് ഇറാൻ. ഇറാൻ്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖാരിബ് അബാദി ട്രംപിൻ്റെ പ്രസ്താവനകൾക്ക് മറുപടി കൊടുത്ത അദ്ദേഹമാണ്. ട്രംപിൻ്റെ പ്രസ്താവനകൾ ശക്തിയുടെ പ്രകടനമല്ലെന്നും ഉപരോധവും അതുപോലെ സൈനിക സമ്മർദ്ദവും അടിസ്ഥാനമാക്കിയുള്ള അമേരിക്കൻ നയങ്ങളുടെ പരാജയമാണ് അതിലൂടെ വ്യക്തമാകുന്നതും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഇത്രകാലം ഉപരോധങ്ങളും അതുപോലെ നേരിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടും ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ നാണക്കേടിൻ്റെ ഒരു ബഹിർപ്രകടനമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാനെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താനാവില്ല എന്ന് ട്രംപിന് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ മറുപടി നൽകുമെന്നും യുദ്ധസംബന്ധിയായിട്ടുള്ള മറുപടി നൽകുമെന്നും അദ്ദേഹം വിദേശകാര്യമന്ത്രി പറഞ്ഞു വച്ചിട്ടുണ്ട്. അമേരിക്ക ആക്രമണം തുടരുകയാണെങ്കിൽ കടലിടുക്ക് വീണ്ടും അടച്ചിടും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ സൈനിക നടപടികൾ തുടരുന്ന പക്ഷം ഒരു അമേരിക്കൻ സൈനികനും സുരക്ഷിതമായിട്ട് മടങ്ങില്ലെന്നും ഇറാൻ പാർലമെൻറ്റ് വിദേശകാര്യ വക്താവ് ഇബ്രാഹിം റസായി മുന്നറിയിപ്പ് നൽകി. നമ്മൾ ഇവിടെ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ പ്രധാനപ്പെട്ടവരുടെ കാര്യം റെജീം ചേഞ്ച്, അവിടുത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുക, അവർക്ക് ഇഷ്ടമുള്ളൊരു ഭരണത്തെ കൊണ്ടുവരിക എന്നതിലുപരി ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന് എല്ലാത്തിനും ഉപരിയായിട്ട് ഇപ്പോൾ അവരുടെ മനോഗതം, ഈ യുദ്ധമായിട്ട് സംബന്ധിച്ച മനോഗതം, ഇത്ര നാളും ലോക പോലീസിങ് അവരുടെ വകയായിരുന്നു.
ലോകത്തിൽ നമ്പർ 1 എല്ലാ അർത്ഥത്തിലും അമേരിക്കയാണ് എന്നാണ്. അതല്ല എന്ന് പറയാനും കഴിയില്ല. ആ ഒരു സാഹചര്യം അത് താഴോട്ട് വീഴാൻ, അതായത് ഒന്ന് തലകുനിക്കാൻ അമേരിക്ക തയ്യാറില്ല. ട്രംപിൻ്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് ചരിത്രത്തിൽ എഴുതി വയ്ക്കും, അമേരിക്ക കണ്ട ഏറ്റവും ദുർബലനായിട്ടുള്ള പ്രസിഡൻറ്റ് ട്രംപായിരുന്നു എന്ന്. അതിനകത്ത് ഞാൻ തയ്യാറില്ല. ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവരുടെ തല കുനിപ്പിക്കണം, ഏതെങ്കിലും തരത്തിൽ അവരുടെ ശക്തി കുറയ്ക്കണം, ഏതെങ്കിലും തരത്തിൽ അവരെ ഒന്നിൽ തോൽപ്പിക്കണം, അല്ലെങ്കിൽ വരുതിയിൽ നിർത്തണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അതുപോലെ അതിനപ്പുറം പിന്നെ സൈനിക ശേഷി കുറയ്ക്കണം, അവരൊരിക്കൽ പോലും ആണവായുധം നിർമ്മിക്കരുത്, അതിനുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആക്രമണം. ഇവിടെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ മുഴുവൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏകപക്ഷീയമായിട്ടൊരു വിജയം അമേരിക്കയുടെ വിജയമായിരിക്കും അതിലുണ്ടാകുക. അതുകൊണ്ടാണ് ഒരിക്കൽ പോലും ഒത്തുതീർപ്പ് പലരും ശ്രമിച്ചിട്ട് പോലും അത് വിജയിക്കാതെ പോയത്. ഇവിടെ മറ്റൊരു സങ്കടകരമായിട്ടൊരു കാര്യം, ഈ യുദ്ധം നടക്കുന്നത് പശ്ചിമേഷ്യയിലാണ്. അതിൽ പശ്ചിമേഷ്യയിൽ 2 വിഭാഗം എന്ന് പറയാവുന്നത് ഇസ്രായേലാണ്, പിന്നെ ഇറാനാണ്, പ്രബലമായിട്ട് 2 വിഭാഗം. അതോടൊപ്പം തന്നെ ഇതിൽ യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും അതിനുള്ള താല്പര്യമില്ലെങ്കിലും GCC കൺട്രികൾ, ടർക്കി, GCC കൺട്രി, ഇവരെല്ലാവരും ആ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നവരാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് അവർക്ക് ഇറാനെ ആക്രമിച്ചേ മതിയാകൂ. അവരുടെ തലയെടുപ്പ് വീഴാതിരിക്കാൻ വേണ്ടി ഇറാനെ ഏതെങ്കിലും രീതിയിൽ വലിയ സമ്മർദ്ദത്തിൽ അകപ്പെടുത്തണം, അല്ലെങ്കിൽ തോൽപ്പിക്കണം. അതിനുള്ള ശ്രമം അവർ തുടരും. അവിടെ ഒത്തുതീർപ്പുകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. പിന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇറാൻ്റെ നേരെ ഇത് ഇന്നും തുടങ്ങിയതല്ല. 10-30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സമൂഹമായിട്ടുള്ള, നല്ല പാരമ്പര്യമുള്ള സമൂഹമായിട്ടുള്ള ഇറാൻ, അവരുടെ ജനങ്ങൾ അവർ കെട്ടിപ്പടുത്തി ഉയർത്തിയിട്ടുള്ള മിലിറ്ററി സംവിധാനങ്ങളൊന്നും പെട്ടെന്ന് തകർക്കാൻ കഴിയുന്നതല്ല അമേരിക്കയ്ക്ക് പോലും എന്ന് അമേരിക്ക അറിയാവുന്നതുകൊണ്ട് കാലമേറെയായി അവർ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുന്നേറ്റം. ഉപരോധങ്ങൾ ഒരുപാട് വന്നു. വലിയ രീതിയിൽ ഇറാൻ പശ്ചിമേഷ്യയിൽ പോലും ഒറ്റപ്പെട്ടു പോയിട്ടും അവർ പിടിച്ചു നിന്നു. അപ്പം ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഉപരോധം കൊണ്ടൊന്നും, ഭീഷണി കൊണ്ടോ ഉപരോധം കൊണ്ടോ നയതന്ത്രം കൊണ്ടോ ഒന്നും ഇറാനെ വീഴ്ത്താൻ കഴിയില്ലെന്ന് വന്നപ്പോഴാണ് യുദ്ധം ആരംഭിക്കുന്നത്. എങ്ങനെ യുദ്ധം ആരംഭിക്കുക? എന്നും ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു ഭൂഗോളത്തിൻ്റെ ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് മിസൈൽ അയച്ച് പരാജയപ്പെടുത്താനൊന്നും കഴിയില്ല. അതിനുള്ള ശേഷി അമേരിക്കയ്ക്ക് പോലുമില്ല. ആയതുകൊണ്ട് താവളങ്ങൾ സൃഷ്ടിക്കണം. ഇറാനെ ആക്രമിക്കണമെങ്കിൽ ഇറാൻ്റെ ചുറ്റുമുള്ള എവിടെയെങ്കിലും താവളങ്ങൾ സ്ഥാപിക്കണം. ഒന്നുമില്ല അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ഇറാഖിലോ അല്ലെങ്കിൽ GCC കൺട്രികളിലോ അതല്ലെങ്കിൽ ഇസ്രായേലിലോ എവിടെയെങ്കിലും താവളങ്ങളില്ലെങ്കിൽ അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അതിനായിട്ട് അമേരിക്ക തിരഞ്ഞെടുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇസ്രായേലിനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ GCC കൺട്രികൾ, കുവൈറ്റ് തൊട്ടടുത്താണ് എടുക്കുന്നത്, ഇറാൻ്റെ തൊട്ടടുത്താണ് എടുക്കുന്നത്. കുവൈറ്റ്, ബഹ്റൈൻ, അതുപോലെ തന്നെ ഖത്തർ മുതൽ തൊട്ടടുത്താണ് എടുക്കുന്നത്. എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഇറാനിലെത്തും. തൊട്ടപ്പുറത്ത് ഹോർമൂസ് കടലെടുക്ക്, അതിൻ്റെ അപ്പുറത്ത് ഇറാൻ. പിന്നെ UAE കൺട്രീസ്, ഒമാൻ, പിന്നെ സൗദി അറേബ്യ, ഇവരെല്ലാവരും കൂട്ടിച്ചേർത്ത് അവിടേക്കും ഇവർക്ക് ബേസുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യാതിരിക്കാൻ വയ്യ, അത് അമേരിക്കയുടെ താല്പര്യം. ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് യുദ്ധം ചെയ്യാതിരിക്കാൻ വയ്യ, കാരണം അത് അവരുടെ താല്പര്യ സമരമാണ്. ഇവിടെ ഈഗോ ക്ലാഷാണ് നടക്കുന്നത്. ഇവിടെ ഈ യുദ്ധത്തിൽ ഒന്നിലോ അമേരിക്ക തലകുനിക്കണം, അതല്ലെങ്കിൽ ഇറാൻ തലകുനിക്കണം, എന്നാലേ യുദ്ധം അവസാനിക്കുള്ളൂ. ആയതുകൊണ്ട് തന്നെ അവർ യുദ്ധം ചെയ്യുമ്പോൾ തിരിച്ച് ഇറാനും യുദ്ധം ചെയ്യും. ഇറാൻ ആരോട് യുദ്ധം ചെയ്യും? ഇറാന് യുദ്ധം ചെയ്യാൻ പറ്റുന്നത് ഇസ്രായേലിനോട് മാത്രമാണ്. പിന്നെ ഇറാന് യുദ്ധം ചെയ്യാൻ പറ്റുന്നതല്ല, ഇറാന് യുദ്ധം ചെയ്യേണ്ടുന്നത് അമേരിക്കയോടാണ്. നേരിട്ട് കഴിയില്ല. അപ്പോൾ അമേരിക്കൻ ബേസിലാണ് അവർ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അമേരിക്ക ഇവരെ തൊട്ടാൽ ഇവരവരെ തൊടും. അമേരിക്ക ഇവരെ അടിച്ചാൽ അവരെ അടിക്കും. ആരെ? GCC കൺട്രികളെ അടിക്കും. ആയതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ കുറേ ബേസുകൾ ഒരുക്കി കൊടുത്തതിപ്പോൾ
അവർക്ക് വലിയ പൊല്ലാപ്പായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കയെ ഒറ്റയടിക്ക് നിങ്ങൾ പോ എന്ന് പറയാനും പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സുന്നി ഷിയ പ്രശ്നം അവിടെ ഉയരും. സുന്നികൾ എപ്പോഴും ഷിയാക്കളുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും. ആയതുകൊണ്ട് അമേരിക്കയോട് നിങ്ങളിവിടെ തുടരുന്നത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, നിങ്ങൾ പോ എന്ന് പറയാൻ സൗദി അറേബ്യ അടക്കമുള്ള സുന്നി രാഷ്ട്രങ്ങളും തയ്യാറല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്രമണം ലഭിക്കുന്നത്, അവരെ ആക്രമിക്കുന്നത് ഈ GCC കൺട്രികളുടെ ബേസിൽ വെച്ചാണ് എന്നുള്ളത് കൊണ്ട് അമേരിക്കയ്ക്കുള്ള മറുപടി ഇവിടെയാണ് കൊടുക്കുക. നമ്മളെ കളിയാക്കി പറയാനുണ്ട്, ഓഫീസിലേക്കും ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ അതിൻ്റെ മുതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ വന്ന് ചീത്തോളം നിങ്ങൾ എന്തായി കാണിക്കണം, അങ്ങനെ വളരെ ഡിപ്രസ്ഡായിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇവിടെ വന്ന് എന്തുണ്ടാവുക, പിള്ളേർ വന്ന് അച്ഛാന്ന് വിളിക്കുക, പോടേക്കാം എന്ന് പറഞ്ഞു കളയവർ. ഭാര്യ വയ്ക്കുന്ന കറികൾ മുഴുവൻ മോശമാണെന്ന് പറയും. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കൂടും. ആ സങ്കടം അവർ ഇവിടെയാണ് തീർക്കുക, ആ സമ്മർദ്ദം ഇവിടെയാണ് അവർ തീർക്കുക, വീട്ടിലാണ് ആ സമ്മർദ്ദം തീർക്കുക. അതേപോലെ അമേരിക്ക ഇറാനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇറാൻ്റെ പ്രശ്നം, ഇറാൻ അതിനെ ഡിഫെൻഡ് ഒഫൻഡ് ചെയ്യുന്നത് GCC കൺട്രികളുടെ നേരെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ്. ഇവിടെ അവസാന നിമിഷത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അമേരിക്കയുടെ യുദ്ധം, ആ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ആരായിരിക്കും? പശ്ചിമേഷ്യക്കാർ. നമ്മളൊക്കെ അവിടെ പെട്ട ആൾക്കാരാണല്ലോ. നമ്മുടെ അപ്പുറത്താണ് പശ്ചിമേഷ്യ, നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പശ്ചിമേഷ്യ, നമ്മളെ പൂർവേഷ്യ എന്ന് പറയാൻ പറ്റില്ല, മധ്യമേഷ്യ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ആയതുകൊണ്ട് തന്നെ അവരവിടെ വന്ന് യുദ്ധം ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യ മൊത്തം അമേരിക്കയുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരും. പശ്ചിമേഷ്യ മാത്രമല്ല, ഒരർത്ഥത്തിൽ വിദൂരമായൊരു സാധ്യതയുണ്ട് ചൈനയ്ക്കും അമേരിക്കയ്ക്കും അതുപോലെ റഷ്യയ്ക്കൊക്കെ തലകുനിക്കേണ്ടി വരും. കാരണം അതൊക്കെ ഏഷ്യൻ രാഷ്ട്രങ്ങളാണല്ലോ. ആയതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ എന്താകും എന്ന് ഒരാൾക്കും യുദ്ധവിചക്ഷണന്മാർക്കും ഇതിനെക്കുറിച്ച് ഒരു ഊഹം പോലും ആയിട്ട് പറയാൻ കഴിയില്ല. പിന്നെ ഇറാനെ വീഴ്ത്തണമെങ്കിൽ ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങളെ വീഴ്ത്താൻ, അല്ലെങ്കിൽ ഇറാൻ്റെ ആൾക്കാർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പത്രങ്ങളാണോ എന്തെനിക്കറിയില്ല, ഇനി ഇറാനെ വീഴ്ത്താൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മറ്റവനെ പ്രയോഗിക്കുക എന്നുള്ളതാണ്. അതെത്രത്തോളം പ്രായോഗികമാണെന്ന് വേറൊരു ചോദ്യമുണ്ട്. അതായത് അണുവിസ്ഫോടനം നടത്തുക, അത് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അമേരിക്കയ്ക്ക് ഏതു രീതിയിലുള്ളൊരു ചിത്രമാണ് അവരുടെ മുമ്പിൽ എത്തുക എന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടും കൽപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. ഇറാനെ വീഴ്ത്തുക, ആ ഒരു ഉദ്ദേശം വെച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പരിണിതഫലം എത്രത്തോളം മാരകമായിരിക്കും അമേരിക്കയ്ക്കെതിരെ, അത് അമേരിക്കയ്ക്ക് പോലും പിടുത്തമില്ല. എന്തായാലും ഈ യുദ്ധം എപ്പോഴെങ്കിലും ഒത്തുതീർപ്പിൽ നീങ്ങിക്കഴിഞ്ഞാൽ അതൊരു റെസ്റ്റ് എടുക്കുന്ന പോലെയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഈ യുദ്ധം ഇങ്ങനെയൊന്നും ഒരു രാത്രി കൊണ്ട് നേരം വിളിക്കുന്ന യുദ്ധമല്ലാതെ അതിൻ്റെ കഷ്ടനഷ്ടങ്ങൾ ആത്യന്തികമായിട്ട് സഹിക്കേണ്ടി വരുന്നത് ഒരർത്ഥത്തിൽ നമ്മൾ കേരളീയർ കൂടിയാണല്ലോ. എൻ്റെ സുഹൃത്തുക്കൾ അവിടെയുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞ് ഒന്നും പറയേണ്ട സ്വാമിജി, ഇതാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം അടങ്ങിയല്ലോ, ഒന്നും പറയേണ്ട സ്വാമിജി. ഇതാണ് ആദ്യത്തെ പ്രതികരണം. കാരണം യുദ്ധമെല്ലാം കഴിഞ്ഞു എന്നൊരു ധാരണ വെച്ചുകൊണ്ട് അതിനനുബന്ധിയായിട്ടുള്ള ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ട് അവരുടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ജോലി സ്ഥാപനങ്ങളിലെ ജോലിക്കാർ, ബിസിനസ്സുകാർ, ഇവരെല്ലാം ഇനിയിപ്പോൾ യുദ്ധമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ ഒരു മൂഡിലേക്ക് വരുമ്പോഴാണ് അടുത്ത യുദ്ധം. ഇപ്പോൾ ഈ ഷെഡ്യൂൾ യുദ്ധം ആരംഭിച്ചതിന് ശേഷം എല്ലാവരും ശരിക്കും നിരാശരാണ്. അവർക്കൊരു കാര്യം മനസ്സിലായി, ട്രംപ് യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞാൽ നിർത്തില്ല എന്ന് പറഞ്ഞാൽ നിർത്തില്ല. ട്രംപാണ് ആൾ, ആയതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. അതിൻ്റെ സങ്കടങ്ങൾ ഞങ്ങളും, അതായത് ദുബായ്, അബുദാബിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ GCC കൺട്രികളുണ്ടല്ലോ, നമ്മൾ അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ടാണല്ലോ തണ്ടൽ നിവർത്തി നടക്കുന്നത്. കേരളത്തിൽ മറ്റേ നടരായി സർവീസിൽ നടന്ന ആളുകൾ നല്ല റാലി സൈക്കിൾ വാങ്ങിക്കാൻ തുടങ്ങിയത് ഗൾഫിലെ ആൾക്കാർ പോയതിനു ശേഷം. റാലി സൈക്കിൾ രാജദൂതായതും ജാവ മോട്ടോർ ബൈക്ക് ആയതൊക്കെയും അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ടാണ്. അത് ഉപയോഗിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ കാറ് വാങ്ങിക്കാൻ തുടങ്ങിയത് ഗൾഫുള്ളത് കൊണ്ടാണ്. കാറുള്ളവർ, നല്ല കാറ് മെർസഡസോ റോൾസ് റോയ്സോ വാങ്ങിക്കാൻ തുടങ്ങിയത് ഗൾഫുള്ളത് കൊണ്ടാണ്. അതും കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ചുരുങ്ങിയൊരു 10-12 പേർക്ക് സ്വന്തം ജെറ്റ് തന്നെയുണ്ട്, ഹെലികോപ്റ്ററുണ്ട്, ജെറ്റുണ്ട്. അതിനും കാരണം ഈ ഗൾഫ് രാഷ്ട്രങ്ങളാണ്. ആ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വരുന്ന എല്ലാ സങ്കടങ്ങളും അത്
ഒരു വലിയ പരിധിവരെ നമ്മൾ കേരളീയരും ഏറ്റുവാങ്ങാൻ ബാധ്യസ്ഥരാകുകയാണ്. ആയതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഈ യുദ്ധം നിന്നു പോണേ എന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ വീട്ടമ്മമാരും ആൾക്കാർ കുട്ടികളൊക്കെ പ്രാർത്ഥിക്കുമല്ലോ. അതിനേക്കാൾ വലിയ രൂപത്തിലുള്ളൊരു വിങ്ങൽ, ഒരു പ്രാർത്ഥന നമ്മളറിയാതെ നമ്മൾക്കുണ്ട് എന്നുള്ളതാണ് സത്യം. ഏതായാലും യുദ്ധം വീണ്ടും തുടങ്ങി. എന്താവും കാര്യങ്ങൾ, എവിടെ എത്തും കാര്യങ്ങളൊന്നും അറിയില്ല. പ്രാർത്ഥിക്കുക, അത്ര മാത്രമേ മാർഗമുള്ളൂ.